കൊച്ചി ബംഗളൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന് കേന്ദ്ര അനുമതി വൈകുന്നത് ആശങ്കാജനകമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. 1.5 കൊല്ലമായി ഭൂമി ഏറ്റെടുപ്പ് കഴിഞ്ഞിട്ടും അനുമതി നൽകിയിട്ടില്ല ഇതുവരെ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്ന് മന്ത്രി രാജീവ് അറിയിച്ചു. നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ കണക്കാക്കപ്പെടുന്നത്. 1.5 വർഷമായിട്ട് നമ്മൾ ഈ 1152 നമ്മളുടെ 1194 കോടി നമ്മൾ മുടക്കി. 1152 ഏക്കറിന് വേണ്ടി, എന്നുവെച്ചാൽ ഒരു ഏക്കറിന് 1 കോടി രൂപയിലധികം നമ്മൾ മുടക്കി. കേരളത്തിൽ സ്ഥലമേറ്റെടുക്കൽ ഏറ്റവും ദുഷ്കരമായ ദൗത്യമാണ്. 10 മാസം കൊണ്ട് പൂർത്തീകരിച്ചു. പക്ഷെ 1.5 വർഷമായിട്ട് നമുക്ക് അനുമതി ലഭിക്കുന്നില്ല. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് അനുമതി നൽകണം എന്നതാണ് ഒന്നാമതായി ആവശ്യപ്പെട്ടത്. ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉദ്യോഗസ്ഥരുമായി ഇരുന്ന് ചർച്ച ചെയ്തിരുന്നു. ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് അദ്ദേഹം ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ പറയും. ഈ കോറിഡോർ കേരളത്തെ സംബന്ധിച്ച് ഒരു സ്വപ്ന പദ്ധതിയാണെന്നാണ് വ്യവസായ മന്ത്രി വിശദീകരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ SPV രൂപീകരിച്ചുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. 1.5 വർഷത്തിന് മുമ്പ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി അടക്കം പൂർത്തിയാക്കി സംസ്ഥാനം ഇതിനുണ്ടാക്കിയ ധാരണ ഇപ്രകാരമായിരുന്നു. ഈ ഭൂമി ഏറ്റെടുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതത്തിൽ നിന്ന് സംസ്ഥാനം ഏറ്റെടുക്കണം. അതിനുശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായിട്ടുള്ള ചിലവ് അത് കേന്ദ്രം വഹിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ സംസ്ഥാനം പറഞ്ഞതിന് മുമ്പ് ഈ ഭൂമി ഏറ്റെടുത്ത് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടും കേന്ദ്രം അതിൻ്റെ മറ്റ് നടപടികൾ പൂർത്തീകരിക്കാനോ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ആ പദ്ധതിക്ക് നൽകാനോ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും വ്യവസായ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ അഥവാ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നടപടി വേണം എന്നുള്ളതാണ് കേന്ദ്ര മന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ട് താൻ ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു. സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ വ്യവസായ അന്തരീക്ഷത്തെ മാറ്റുന്ന വിധത്തിലുള്ള സാഹചര്യം രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പദ്ധതി വരുന്നതോടുകൂടി അതിന് കൂടുതൽ വേഗത കൈവരും എന്ന് വ്യവസായ മന്ത്രി വിശദീകരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള പദ്ധതി എന്ന രീതിയിലാണ് ഈ സമ്മർദ്ദം സംസ്ഥാന സർക്കാർ കൂടുതൽ ശക്തമാക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. നേരത്തെ തന്നെ പ്രധാനമന്ത്രിയോട് ഇക്കാര്യം മുഖ്യമന്ത്രി കത്ത് മുഖേന തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിലേതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റം ഒരുപക്ഷെ കഴിഞ്ഞ 1 വർഷമായിട്ട് വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചലനങ്ങൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ തനിക്ക് നൽകിയത് എന്നും വ്യവസായ മന്ത്രി പറയുന്നുണ്ട്. ഇതിനിടയിൽ കരുവന്നൂറുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളും മന്ത്രിയോടുകൂടി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ അദ്ദേഹം അതിന് പ്രതികരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ താനിപ്പോൾ പ്രതികരിക്കുന്നില്ല, പറയേണ്ട എല്ലാവരും ഡൽഹിയിലുണ്ടല്ലോ, അവർ മറുപടി പറയട്ടെ എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.